നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ്, അതായത് ഹൈറിച്ച് തട്ടിപ്പ് പുറത്തു വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. കമ്പനി അടച്ചുപൂട്ടുകയും പ്രൊമോട്ടർമാർ അറസ്റ്റിലാവുകയും അവരുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. എന്നിട്ടും കൂടുതൽ തട്ടിപ്പ് കമ്പനികൾ അവരുടെ പ്രവർത്തനം കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുകയും ഒരിക്കൽ ഇരകളാക്കപ്പെട്ടവർ പോലും വീണ്ടും വീണ്ടും പോയി ഇത്തരം കമ്പനികൾക്ക് തലവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്ന ഒരു പുതിയ തട്ടിപ്പാണ് യൂബിറ്റ് ക്രിപ്റ്റോ കറൻസി. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഹൈറിച്ചിന് വേണ്ടി ശക്തമായി വാദിക്കുകയും പ്രചരണം നടത്തുകയും ഒപ്പം കേസ് കൊടുക്കരുതെന്ന് യൂട്യൂബ് വീഡിയോകളിലൂടെ ഇരകളോട് നിരന്തരം ആവശ്യപ്പെട്ട് അവരെ കുഴിയിൽ ചാടിക്കുകയും ചെയ്ത ചില പ്രമുഖരൊക്കെ ഇപ്പോൾ യൂബിറ്റ് ക്രിപ്റ്റോ കറൻസിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും ഹൈറിച്ചിന് ജയ് വിളിക്കുകയും തട്ടിപ്പ് കമ്പനികൾക്കെതിരെ നടപടിയെടുത്ത സർക്കാരിനെയും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ വരെ തെറി വിളിക്കുകയും ചെയ്യുന്ന മണ്ടന്മാരുള്ള കാലത്തോളം ഈ പരിപാടി ഇവിടെ നടക്കുകയും ചെയ്യും. ക്രിപ്റ്റോ കറൻസി എന്ന കൺസെപ്റ്റ് സാമ്പത്തിക ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ ആ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയും തുടങ്ങി. നമ്മുടെ ഹൈറിച്ചിനും ഉണ്ടായിരുന്നു ഒരു ഉഡായിപ്പ് ക്രിപ്റ്റോ കോയിൻ. ഇപ്പോഴിതാ യൂബിറ്റ് എന്ന പേരിൽ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് വീഡിയോകൾ, സോഷ്യൽ മീഡിയ, അത് കഴിഞ്ഞ് സെമിനാറുകൾ, ഓൺലൈൻ മീറ്റിങ്ങുകൾ എന്നിങ്ങനെ പതിവ് രീതിയിൽ തന്നെയാണ് ഈ യൂബിറ്റിന്റെയും ഒരു പ്രവർത്തനം. നിക്ഷേപങ്ങളിൽ ഉയർന്ന റിട്ടേൺ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഗ്രാമീണ പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രവർത്തനം. ഇങ്ങനെയൊക്കെയാണ് നിക്ഷേപകരെ ഇവർ വലയിലാക്കുന്നത്. യൂബിറ്റ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പും പതിവ് രീതിയിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതായത് MLM പരിപാടി തന്നെയാണ്. ക്രിപ്റ്റോയുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇവയൊന്നും അല്ല ഇവരുടെ അജണ്ട. ഓരോ പുതിയ റിക്രൂട്ട്മെന്റിനും കമ്മീഷനും ബോണസും നേടാമെന്ന് വാഗ്ദാനം ചെയ്ത് കൂടുതൽ പേരെ ഇതിൽ ചേർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. സംഭവം നമ്മുടെ ഇടത്തും വലത്തും ആളെ ചേർക്കുന്ന പിരമിഡ് പരിപാടി തന്നെ. ഒന്നാം തരം മണി ചെയിൻ. ഹൈറിച്ച് ചെയ്തതുപോലെ തന്നെ, അതായത് രണ്ടാമത് ചേരുന്നവന്റെ കാശെടുത്ത് ഒന്നാമത് ചേർന്നവന് ലാഭം കൊടുക്കുന്ന ഏർപ്പാട്. യൂബിറ്റ് ചക്കയാണ്, യൂബിറ്റ് മാങ്ങയാണ്, ഹൈറിച്ചിന് പിന്നാലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വന്ന മറ്റൊരു കമ്പനിയെ തകർക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിലപിക്കാൻ വരട്ടെ. 3 മാസമായി തെലങ്കാനയിൽ യൂബിറ്റിനെതിരെ പോലീസ് നിയമ നടപടി തുടങ്ങിയിട്ട്. യൂബിറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർ, സർക്കാർ സർവീസിലുള്ള അധ്യാപകർ ഉൾപ്പെടെ നിരവധി പേർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. തെലങ്കാനയിലെ നിർമ്മൽ പോലീസാണ് യൂബിറ്റ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. പ്രാദേശിക തെലുങ്ക് ഭാഷാ മാധ്യമങ്ങളെ കൂടാതെ ഹിന്ദു, ഡെക്കാൻ ക്രോണിക്കിൾ, തെലങ്കാന ടുഡേ തുടങ്ങിയ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. യൂബിറ്റ് പരിപാടി പ്രൊമോട്ട് ചെയ്തതിനും ഉയർന്ന റിട്ടേൺ നൽകുമെന്ന വ്യാജ വാഗ്ദാനങ്ങൾ നൽകി നിക്ഷേപകരെ പറ്റിച്ചതിനും ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ദാസരി രമേശ്, ബൊമ്മിടി ധനഞ്ജയ്, കിരം വെങ്കടേഷ് എന്നീ പ്രധാന പുള്ളികളെ പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിർമ്മൽ പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ യൂബിറ്റ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ 5000 പേരെ വഞ്ചിച്ചതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. 50 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായും കണക്കാക്കപ്പെടുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട 12 ബാങ്ക് അക്കൗണ്ടുകൾ നിർമ്മൽ പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ തട്ടിപ്പിന്റെ പൂർണ്ണ വ്യാപ്തി കണ്ടെത്തുന്നതിനായി അന്വേഷണം തുടരുകയും ചെയ്യുകയാണ്. യൂബിറ്റ് ക്രിപ്റ്റോ കറൻസി ഇരകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കർഷകർ, ചെറുകിട ബിസിനസ് ഉടമകൾ, സർക്കാർ ജീവനക്കാർ തുടങ്ങിയ പതിവ് വിഭാഗക്കാർ തന്നെയാണ് ഇവിടെയും ഇരകളാക്കപ്പെട്ടിരിക്കുന്നത്. ഇരട്ടി വരുമാനം ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിച്ച് പലരും തങ്ങളുടെ ജീവിതകാല സമ്പാദ്യം മുഴുവൻ ഇതിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട്. നിർമ്മൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് കേരളത്തിലേക്ക് ഇവർ വലവീശുന്നത്. ഹൈറിച്ചിന് കുടപിടിച്ചവർ തന്നെ ഇങ്ങനെ വലവീശുമ്പോൾ ഹൈറിച്ചിന് തലവെച്ച് കൊടുത്ത അതേ മണ്ടന്മാർ തന്നെ യൂബിറ്റിനും തലവെച്ചോളും എന്നുറപ്പാണ്. എന്തായാലും തെലങ്കാനയിൽ പോലീസ് അന്വേഷണം മുറുകുകയാണ്. തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ നിർമ്മലിലെ 2 സർക്കാർ അധ്യാപകരെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇതിനോടകം തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഗൗരവകരമായ രീതിയിൽ തന്നെയാണ് തെലങ്കാന സർക്കാർ ഇതിന്റെ അന്വേഷണത്തെ കൈകാര്യം ചെയ്യുന്നത്. ഡിജിറ്റൽ ഫോറൻസിക്സ്, ഡാറ്റ വിശകലനം, ബ്ലോക്ക് ചെയിൻ ട്രാക്കിംഗ് എന്നിവ വഴി ഫണ്ടുകളുടെ ഒഴുക്ക് കണ്ടെത്താനും ഇതിലുൾപ്പെട്ട വ്യക്തികളെ തിരിച്ചറിയാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഇതിൽ കൊണ്ടുപോയി പണം നിക്ഷേപിച്ചിട്ട് കാശെല്ലാം പോയി കഴിയുമ്പോൾ കമ്പനിക്ക് ജയ് വിളിച്ച് നടന്നതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാവാറില്ല.
പണി കിട്ടുന്നതിനേക്കാൾ വലിയ അവബോധം ഇല്ല എന്നൊക്കെയാണ് പൊതുവെ പറയാറുള്ളതെങ്കിലും വലിയൊരു ശതമാനം മലയാളികളും അങ്ങനെയല്ല. തട്ടിപ്പ് നടത്തിയ കമ്പനിക്ക്, അതായത് ഹൈറിച്ചിന്, ഇപ്പോഴും ജയ് വിളിച്ച് നടക്കുന്ന ഇതേ ഗ്രൂപ്പ് തന്നെ കുറച്ചുനാൾ കഴിഞ്ഞാൽ യൂബിറ്റ് തിരിച്ചു വരാൻ നേർച്ചയൊക്കെ നടത്തുന്നതും കാണാം. ബോധമുള്ളവരോട്, ഇതൊക്കെ മനസ്സിലാക്കാൻ വെളിവുള്ളവരോട് ഒന്നേ പറയാനുള്ളൂ: ബാങ്ക് പലിശയെക്കാളും ഉയർന്ന റിട്ടേൺ ആര് വാഗ്ദാനം ചെയ്താലും അപ്പോൾ തന്നെ ആലോചിക്കുക. സ്വന്തമായി ആലോചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുടെയോ ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടന്റുമാരുടെയോ ഒക്കെ സഹായം തേടുക. ഇടതും വലതും ആളെ ചേർത്താൽ കമ്മീഷൻ കിട്ടും എന്ന് പറയുന്നവനെ ഓടിച്ചു വിട്ടേക്കുക. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.